ദൃശ്യം 3യുടെ വരവിനായാണ് പ്രേക്ഷകർ കാത്തിരുന്നത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ റിലീസ് ചെയ്ത ചിത്രം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് മാത്രം കോടികൾ നേടാൻ സാധിച്ചുവെന്ന റിപ്പോർട്ടുകൾ പറയുന്നു. വരും ദിവസങ്ങളിൽ കോടി ക്ലബിലേക്ക് ചിത്രം എത്തുമെന്നാണ് സിനിമാ അനലിസ്റ്റുകളും പറയുന്നത്. മോഹൻലാൽ നായകനായി പ്രദർശനത്തിനെത്തിയ ദൃശ്യം 3യുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21-നാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ദൃശ്യത്തിന്റെ 3ാം ഭാഗത്തിന്റെ ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കളക്ഷൻ റെക്കോർഡുകൾ പലതും ചിത്രം തകർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രം ദൃശ്യമായിരുന്നു. ദൃശ്യം 3യുടെ അഡ്വാൻസ് ബുക്കിംഗിന് വേൾഡ് പ്രീസെയിലിൽ മാത്രം 35 കോടി കവിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് മാത്രം 8.4 കോടിയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് 4.3 കോടിയും വിദേശത്ത് നിന്ന് 22.3 കോടിയും ആദ്യ ദിനത്തെ പ്രീസെയിൽ കളക്ഷനായി നേടിയെന്നാണ് വിവരം. ആദ്യ ദിവസം തന്നെ 50 കോടി ക്ലബിൽ ചിത്രം എത്തിയേക്കുമെന്ന സൂചനകളാണ് പ്രീസെയിൽ ബുക്കിംഗ് റിപ്പോർട്ടുകൾ നൽകുന്നത്. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗവും 2ാം ഭാഗവും നൽകിയ വിജയവും പ്രതീക്ഷയുമെല്ലാമാണ് 3ാം ഭാഗത്തിന്റെ വരവിനായും കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചത്. തന്റെ കുടുംബത്തിലേക്ക് വിളിക്കാതെ വന്ന അതിഥിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജോർജ് കുട്ടിയും കുടുംബവും പോലീസ് പിടിയിലാവുമോ അതോ 4ാം ക്ലാസ്സുകാരന്റെ കൂർമ്മ ബുദ്ധി കൊണ്ട് വീണ്ടും രക്ഷപ്പെടുമോ എന്നറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത്. 3ാം ഭാഗം അല്പം ഇമോഷണലും ജോർജ് കുട്ടിക്ക് പേടിയും നൽകുന്നുണ്ടെന്ന സൂചനകൾ ട്രെയിലർ നൽകിയിരുന്നു. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. UA 13+ സർട്ടിഫിക്കറ്റാണ് ദൃശ്യം 3ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2-ന് ആഗോള റിലീസ് നിശ്ചയിച്ചിരുന്നുവെങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മെയ് 21-ലേക്ക് നീട്ടുകയായിരുന്നു. മോഹൻലാലിന് പുറമെ മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശാ ശരത്, സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, ഇർഷാദ്, ഗണേഷ് കുമാർ തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2026 ഒക്ടോബർ 2-നാവും റിലീസ് ചെയ്യുക. ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമാസിൽ 100 കോടി മുതൽ മുടക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.